ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ അഗൈൻ. സോ ഫസ്റ്റ് തന്നെ എനിക്ക് ബിഗ് താങ്ക്സ് ആണ് എല്ലാവരോടും പറയാനുള്ളത്. വേറെ ഒന്നുമല്ല, 2 ദിവസത്തിന് മുന്നേ ഞാനൊരു ന്യൂസിലൻഡിലോട്ട് വരാനിരിക്കുന്ന നഴ്സുമാർ അല്ലെങ്കിൽ അവിടെ എത്തിപ്പെട്ട നഴ്സുമാർ അറിയാൻ വേണ്ടി ഒരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു. അപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഇത്രയും വ്യൂസ് കിട്ടുമെന്ന്. കാരണം ഞാൻ പേഴ്സണലി നമുക്ക് അനുഭവിച്ച കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയാണെങ്കിലും അങ്ങോട്ടേക്ക് വരാനിരിക്കുന്ന കുറേ നഴ്സുമാരുണ്ടെന്ന് അറിയാം. അവർക്കതൊരു യൂസ്ഫുൾ ആകട്ടെ എന്ന് കരുതിയാണ് ആ വീഡിയോ ഷെയർ ചെയ്തത്. എനിവേ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, എൻ്റെ വീഡിയോ കണ്ട് എനിക്ക് റിപ്ലൈ തന്ന എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. അപ്പോൾ കീപ് സപ്പോർട്ടിങ് മീ. സോ ഞാൻ അധികം നീട്ടി വലിക്കണില്ല. എല്ലാവരും പറഞ്ഞിരുന്നു വീഡിയോയിൽ ഭയങ്കര ലാഗാണ്, കുറേ വീഡിയോസ് ഉണ്ട്, കുറച്ച് കുറയ്ക്കണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ സൗണ്ട് ഒത്തിരി ക്ലിയർ അല്ല എന്ന് പറഞ്ഞിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ന്യൂസിലൻഡിൽ നിന്ന് വന്നിട്ടൊരു 2 വീക്സ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം കുറച്ച് ചെസ്റ്റ് ഇൻഫെക്ഷനൊക്കെ ആയിരുന്നു. സോ അതുകൊണ്ട് ഐ വാസ് സോ സിക്ക്. അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് അങ്ങനെ ക്ലിയർ ആയില്ലായിരുന്നു. പിന്നെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളോടെ ഞാൻ കുറേ കമൻസ് വീഡിയോസിൽ കണ്ടു. അപ്പം ഇപ്പോഴും ഓരോരോ ആൾക്കാർ വിത്ത് ഫാമിലി ആയിട്ട് തന്നെ നമ്മുടെ ന്യൂസിലൻഡിൽ വന്നിട്ട് 6-7 മാസമായിട്ടും ജോബൊന്നും ഇല്ലാത്തവരുണ്ടെന്ന് എനിക്ക് കമൻറ്റ് സെക്ഷനിലൂടെ മനസ്സിലായി. എന്നെപ്പോലെ തന്നെ ഫാമിലി അല്ലാതായിട്ടും അവിടെ ഇപ്പോഴും നഴ്സസ് അവിടെ ഉണ്ടെന്ന് മനസ്സിലായി. സോ കുറച്ച് കാര്യങ്ങളൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സോ വീഡിയോ ഫുള്ള് വരെ കാണുക. അപ്പം കീപ് സപ്പോർട്ടിങ് മീ. അപ്പം ആദ്യം തന്നെ നമ്മുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യമെന്ന് പറഞ്ഞാൽ, ഇപ്പോഴും കുറേ ആൾക്കാർ ന്യൂസിലൻഡിൽ ജോബില്ലാതെ ഇപ്പോഴും എന്തെങ്കിലും ഒരു ചാൻസ് എങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് വിശ്വസിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അതും വിത്ത് ഫാമിലീസിൻ്റെ കൂടെ. സോ നാട്ടിലുള്ള അല്ലെങ്കിൽ ഇനിയും ന്യൂസിലൻഡിലോട്ട് പോകാനിരിക്കുന്ന എല്ലാ നഴ്സുമാർക്കും കൂടിയുള്ള എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ഡോണ്ട് ഗോ വിത്ത് യുവർ ഫാമിലീസ്. എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, ഒരു 1 കാൻഡിഡേറ്റ് പോകുമ്പോഴും ഈവൻ 1 കാൻഡിഡേറ്റ് പോലും നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫുഡ് ആൻഡ് അക്കോമഡേഷന് അല്ലാതുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ നമുക്ക് ഈവൻ പട്ടിണി കിടന്നാൽ പോലും 1 മന്തിലൊരു നാട്ടിലത്തെ 50,000 രൂപയൊക്കെ ആണെങ്കിലും ചിലവായി പോകുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അവിടെ ചെന്ന് വിത്ത് ഫാമിലീസിൻ്റെ കൂടെ നമ്മളൊരു വീട് നോക്കാം. 2-3 പിള്ളേരൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് റെൻറ്റലാണെങ്കിലും എടുക്കാൻ പറ്റത്തില്ല. ഈവൻ കിഡ്സ് ഇല്ലാത്തവർക്ക് അവർ കൂടുതലും പരിഗണന നൽകാറുണ്ട്, പെട്ടെന്ന് റെൻ്റൽ ഹോംസൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ വിത്ത് കിഡ്സൊക്കെ ആണെങ്കിൽ അതിത്തിലൂടെ നിങ്ങൾക്ക് ഭയങ്കര എക്സ്പെൻസസ് ആകും. സോ നാട്ടിലിരിക്കുന്ന ആരും തന്നെ ഫാമിലീസിനെ ഒരിക്കലും കൂടെ കൊണ്ടുപോകാതിരിക്കുക. ഇനി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. സോ OET ഫസ്റ്റ് പാസ്സായി കഴിയുമ്പോഴത്തേനും നമ്മുടെ മൈൻഡിലോട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ഏജൻസി ഇനി ഏത് ഏജൻസിനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഏജൻസിനെ അപ്രോച്ച് ചെയ്യുന്നതിന് മുന്നേ ഇഫ് വി ആർ കംഫർട്ടബിൾ, നമുക്ക് നമ്മുടെ ഓണായിട്ട് തന്നെ ഈ പ്രോസസ്സിങ് ചെയ്യാവുന്നതേ ഉള്ളൂ. ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ അവർ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഈ ഒരു പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്ത് DL കിട്ടുന്ന വരെ നമ്മൾ വാട്ട് ആർ ഓൾ ദി സ്റ്റെപ്സ് വി നീഡ് ടു ബി കംപ്ലീറ്റ് എന്ന് പറഞ്ഞ്. സോ നിങ്ങൾ ക്യാപ്പബിൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ പ്രൊസീഡ് ദ പ്രോസസ്സിങ് ബൈ യുവർ ഓൺ. ഞാനിത് പറയാനുള്ള കാരണം വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. നമുക്ക് ഇങ്ങനെ എൻ്റെ കുറേ ഫ്രണ്ട്സിനെ എനിക്കറിയാവുന്നതുണ്ട്, അവർ തന്നെ ചെയ്തു പോയ ആൾക്കാരുണ്ട്. പക്ഷേ എല്ലാവരും മടിക്കുന്ന അല്ലെങ്കിൽ പേടിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, വി ആർ ന്യൂ ടു ദിസ്. അപ്പം നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഭയമാണ്, നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇടയ്ക്കെങ്ങാനും വെച്ച് എന്തെങ്കിലും പ്രശ്നമായി വീണ്ടും നമ്മൾ ആദ്യം തൊട്ട് ചെയ്യേണ്ടി വരുമോ അല്ലെങ്കിൽ ക്യാൻസൽ എന്തെങ്കിലും പ്രശ്നമായി പോകുമോ എന്നുള്ള ഒരു പേടി കൊണ്ടാണ് പലരും അങ്ങനെ ചെയ്യാത്തത്. അതുകൊണ്ട് പറയുകയാണ്, പേടിക്കേണ്ട ആവശ്യമില്ല. തന്നെ പ്രോസസ്സിങ് ചെയ്ത് അവിടെ എത്തിയ പല ഫ്രണ്ട്സിനെയും എനിക്കറിയാവുന്നവരുണ്ട്. സോ നിങ്ങൾ ഇഫ് യു ആർ ക്യാപ്പബിൾ യു ക്യാൻ ഡു ഇറ്റ്. ഞാൻ അങ്ങനെ പറയാനുള്ളത് വേറെ ഒന്നും കൊണ്ടല്ല. കാരണം ഇപ്പം നമ്മളൊരു ഏജൻസിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് സ്പോൺ ഫീഡിങ് പോണക്ക. എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് വേണ്ട എന്ത് ഡോക്യുമെൻറ്റ്സ് ആണെങ്കിലും, ഇപ്പം നമ്മുടെ രജിസ്ട്രേഷൻ ആണെങ്കിലും എന്ത് തന്നെ ആയിരുന്നാലും നമ്മൾ തന്നെയാണ് ഇതെല്ലാം കളക്ട് ചെയ്ത് നമ്മൾ
ഇവർക്ക് കൊടുത്തു കഴിയുമ്പം അവർ ആ സൈറ്റിലോട്ട്, ഈ പ്രോസസ്സിങ് ചെയ്യുന്ന സൈറ്റിലോട്ട് നമ്മുടെ അവരുണ്ടാക്കിയ ഒരു മെയിൽ ഐ ഡിയിൽ നിന്ന് അവർ ജസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നു. ഇത് നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഏജൻസിനെ സമീപിച്ചിപ്പം വൺസ് നിങ്ങൾ പൈസ കൊടുക്കുമ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ഒരു ഹ്യൂജ് എമൗണ്ട് ഒരിക്കലും ഒരു ഏജൻസിക്കും കൊടുക്കാണ്ടിരിക്കുക. കാരണം ഇപ്പം ഇതുപോണക്കത്തെ സിറ്റുവേഷൻസ് ഇത് എപ്പം മാറുമെന്ന് എനിക്കറിയില്ല. ഇന്ന് മാറാം, നാളെ മാറാം. കാരണം നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, അവിടെയുള്ള ഓരോ റൂൾസും പെട്ടെന്ന് അതായത് റെഗുലർലി അവർ അപ്ഡേറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇൻ കേസ് ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് തോന്നുന്നതാണ് നിങ്ങൾക്ക് ക്യാബ് സീറ്റ് കിട്ടുന്നില്ല, ഇപ്പോൾ ക്യാബ് മാറി ഓസ്കി ആയി, ഇനി ഓസ്കിയുടെ സീറ്റ് വല്ലതും കിട്ടുന്നില്ല എന്ന് തോന്നുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ആ ഏജൻസിയിൽ നിന്ന് തിരിച്ച് വേറൊരു ഏജൻസീനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓണായിട്ട് ചെയ്യണം, അങ്ങനെ വല്ല ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രെഡൻഷ്യൽസ് എല്ലാം തന്നെ ഈ ആദ്യമേ നിങ്ങൾ കൊടുക്കുന്ന ഏജൻസിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ ഒരു ഹ്യൂജ് എമൗണ്ട് അവർക്ക് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രെഡൻഷ്യൽസ് നമുക്ക് കിട്ടാതെ വേറെ ഒരു പ്രോസസ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ക്രെഡൻഷ്യൽസ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് കൊടുക്കുമ്പോൾ നമുക്കറിയില്ല, അവർ മേ ബി അവർ തരുമായിരിക്കും. ചില ഏജൻസികൾ തരാതെ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ക്രെഡൻഷ്യൽസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾക്ക് വേറെ ഒരു പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ അതൊന്ന് മൈൻഡിൽ വെച്ചേക്കാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് പ്രോസസ്സിങ്ങിനിടയിലുണ്ടെങ്കിൽ എന്നെയും കൊണ്ട് പറ്റാവുന്നതുപോലെ ഞാനും ഹെൽപ്പ് ചെയ്യാം. നിങ്ങൾക്കൊരു വീഡിയോ വേണമെങ്കിൽ ഞാനൊരു വീഡിയോ എങ്ങനെയാണ് DL കിട്ടുന്നിടം വരെ ഉള്ള പ്രോസസ്സിംഗ് എന്ന് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ദർ ഈസ് മോർ ചാൻസസ് എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ന്യൂസിലൻഡ് കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ പോയി നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ കുറേ ഗ്രൂപ്പ്സ് ഉണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലൊന്നും അല്ലല്ലോ. അതായത് ന്യൂസിലൻഡിലേക്ക് വരാനിരിക്കുന്നവരെന്ന് പറയുന്ന ഒരു FB ഗ്രൂപ്പുണ്ട്, ഞാനും അതിലുണ്ട്. അതിൽ ഞാൻ മാത്രമല്ല, ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ആൾക്കാരുണ്ട്. അപ്പം എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും അവിടെ അവരവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് എല്ലാവരും നമുക്ക് ഷെയർ ചെയ്യും. നമ്മൾ ഒരിക്കലും അറിയാത്ത കാര്യം പറയുന്നതിനേക്കാൾ അതിൽ എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർ നമുക്ക് അതിനൊരു ആൻസർ തരുമ്പോൾ ഇത്തിരൂടെ വേർത്താണെന്ന് എനിക്ക് തോന്നുന്നു. സോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യുക. ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾക്കിപ്പം വീഡിയോസ് കണ്ടോ അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയുന്നതാണെങ്കിലും ശരിയല്ല എന്ന് തോന്നുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അവിടെ മെയിനായിട്ട് നമ്മൾ ജോബ് സെർച്ച് ചെയ്യുന്ന കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതായത് സീക്ക്, ഇൻഡീഡ്, ട്രേഡ് മീ, പിന്നെ ലിങ്ക്ഡിൻ. അവിടെ കയറി സെർച്ച് ചെയ്താൽ അറിയാം ഇപ്പം കറൻറ്റ്ലി എന്തോരം നഴ്സിംഗ് വേക്കൻസീസ് ഉണ്ടെന്ന്. അതായത് ഞാൻ പോകുന്ന സമയത്ത് ഒരു 5000, 6000 ആ ഒരു റേഞ്ചിൽ വേക്കൻസി കാണിച്ചുകൊണ്ടിരുന്ന സൈറ്റുകളൊക്കെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ വളരെ ചുരുക്കം വേക്കൻസീസ് മാത്രമേ കാണിക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്നും നഴ്സിങ്ങിൻ്റെ കാറ്റഗറിയിൽ വീണ്ടും അവർ കുറേ കാറ്റഗറി ആയിട്ട് പോകുന്നുണ്ട്. ടീം ലീഡർ, പിന്നെ HCA, അങ്ങനെയൊക്കെ യൂണിറ്റ് കോർഡിനേറ്റർ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് കുറേ അങ്ങനെ പോകുന്നുണ്ട്. അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് നമ്മുടെ നഴ്സിംഗ് രജിസ്റ്റേർഡ് നഴ്സെന്ന് മാത്രം നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. പിന്നെ ഇവിടുന്ന് ന്യൂസിലൻഡിലോട്ട് പോകാനിരിക്കുന്ന ആൾക്കാരാണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടുന്ന് തന്നെ നാട്ടിലിരുന്ന് തന്നെ നമുക്ക് നമ്മളുടെ മെയിൽ ID യും നമ്മുടെ ഫോൺ നമ്പറും വെച്ചിട്ട് നമുക്ക് ഈ ജോബ് സീക്കിംഗ് പ്രൊഫൈൽസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനകത്ത് നമ്മുടെ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, നമ്മുടെ അഡ്രസ്സ്, പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് ഏത് ഏരിയയിലാണ് നമുക്ക് ഉള്ള രജിസ്ട്രേഷൻസ് ഏതൊക്കെയാണ്, അതൊക്കെ എക്സ്പയർഡ് ആണെങ്കിൽ അതൊക്കെ നിങ്ങൾ റിന്യൂവൽ ചെയ്തിട്ടായിരിക്കണം അതിൽ വയ്ക്കേണ്ടത്. അങ്ങനെ നിങ്ങളുടെ ഒരു പ്രൊഫഷനെ പറ്റി ഒരു സമ്മറി അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഇഫ് യു വാണ്ട് മീൻസ് ഐ ക്യാൻ ക്രിയേറ്റ് എ ന്യൂ വീഡിയോ അബൌട്ട് ദാറ്റ്. അപ്പം എന്തുകൊണ്ടും ഒരു ബെറ്റർ ഐഡിയ ആണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കാരണം ഇവിടെ ഇപ്പം നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ വൺസ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൊഫൈൽസ് ഒന്നുകൂടെ അവിടുത്തെ കാര്യങ്ങൾ സിറ്റുവേഷനൊക്കെ അറിഞ്ഞിട്ട് ഒന്നുകൂടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനൊന്ന് മോഡിഫൈ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അവിടെ ചെന്നിട്ട് വീണ്ടും ഈ സാധനങ്ങളൊക്കെ ആദ്യം തൊട്ടേ ചെയ്യുമ്പോൾ വീണ്ടും അവിടെ ടൈം ലാഗ് അടിക്കുകയാണ്. അപ്പം ഈ ജോബ് ക്രൈസിസിൻ്റെ മെയിൻ കാരണമെന്ന് പറയുന്നത് ഒരു
24 ആയപ്പോഴത്തേനാണ് ഇത്രയും ഒരു ടൈറ്റ് വന്നത്. പക്ഷേ നമ്മുടെ കോവിഡിന് ശേഷം കുറേ ആൾക്കാർ നഴ്സുമാർ ന്യൂസിലൻഡിലോട്ടുള്ള യൂറോപ്യൻ കൺട്രീസിൽ കുറേ പേര് വരികയും അങ്ങനെ ഒരു 90% ജോബ് വേക്കൻസീസ് ഫില്ലാവുകയും ചെയ്തു. അതുപോലൊക്കെ തന്നെ പണ്ടെന്ന് പറഞ്ഞാൽ UK എല്ലാത്തിലും ഫുൾ സിറ്റിങ്ങിൽ, അതായത് 1 സിറ്റിങ്ങിൽ ഫുൾ ബി വേണമായിരുന്നു. ഇപ്പോൾ അത് കുറച്ചിട്ടുണ്ട്, ഒരു 1 ഇയർ ക്ലബ് ചെയ്തെടുത്താൽ മതി എന്നൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോഴും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ന്യൂസിലൻഡ് പെട്ടെന്ന് കയറി നമ്മുടെ റൈറ്റിങ്ങിന് C+ ആണെങ്കിലും നമുക്ക് അവിടെ ജോബ് കിട്ടും എന്നുള്ള ഇത് അനൗൺസ് ചെയ്തത്. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് അയർലൻഡിലോട്ടാണെങ്കിൽ ഇതുപോലൊക്കെ അതിൻ്റെ പ്രോസസ്സിങ് ഒത്തിരി ഭയങ്കര ഡിലേ ആയതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ ന്യൂസിലൻഡിലോട്ട് വരാനിടയുണ്ടായി. അപ്പോൾ കോവിഡ് കഴിഞ്ഞ ആ സമയം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈവൻ ഒരു സ്ഥലത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അവിടുന്ന് ഇൻ്റർവ്യൂ കോൾ ഉറപ്പാണ്. പിന്നെ നമ്മുടെ പെർഫോമൻസ് അനുസരിച്ച് ഈവൻ നമ്മൾ ഇപ്പോഴത്തെ അത്രയും അധികം രീതിയിൽ പെർഫോം ചെയ്തില്ലെങ്കിലും ആ സമയത്ത് നഴ്സുമാരുടെ ഒരു നീഡ് ആവശ്യമായതുകൊണ്ട് തന്നെ എവിടെ നമ്മൾ അപ്ലൈ ചെയ്താലും കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നമ്മളൊരു 100-200 ആപ്ലിക്കേഷൻസൊക്കെ വിട്ടാലാണ് അതിൽ നിന്ന് 1-2 ഇൻ്റർവ്യൂ കോൾസ്, ഈവൻ അതുപോലും കിട്ടാത്ത ആൾക്കാരും ഉണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ ഞാൻ ചെന്നിരുന്ന സമയത്ത് APC ഉണ്ടെങ്കിൽ നമ്മുടെ CV അവർ കൺസിഡർ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ കറണ്ട് സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ അവർ ഒരു 10 ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതിൽ 9 ആപ്ലിക്കേഷൻസും അവർ ന്യൂസിലൻഡ് വർക്ക് വിസ ഇല്ലാതെ അവർ കൺസിഡർ പോലും ചെയ്യത്തില്ല. അപ്പം ഇത്രയും ഹ്യൂജ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ചെല്ലുമ്പോൾ എംപ്ലോയർക്കും ഒരു ബുദ്ധിമുട്ടാണ്. ഇത്രയും ഇതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് സെലക്ട് ചെയ്യുക എന്നുള്ളത് അവർക്കും ഒരു ടാസ്ക്കാണ്. അപ്പോൾ എന്നെ ചെയ്യും, അവർ ഭയങ്കര ചൂസ് ചെയ്യും. അപ്പം അവരുടെ ഏരിയയിൽ അവരുടെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റിൻ്റെ CV ആയിരിക്കും ഇൻ്റർവ്യൂവിൽ സെലക്ട് ചെയ്യും. പിന്നെ ന്യൂസിലാൻഡ് എന്ന് പറയുന്ന ഒരു ഡൈവേഴ്സിറ്റി ആഗ്രഹിക്കുന്ന കൾച്ചറാണ്. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് സെക്ടർ, എല്ലാ സെക്ടറിലും ഇൻക്ലൂഡിങ് ഹെൽത്ത് സെക്ടറിലാണെങ്കിലും ഇത് ഡിഫറെൻറ്റ് കൾച്ചേഴ്സിനെ ഉൾക്കൊള്ളിക്കുന്നത് അങ്ങനെയാണ് അവർ ചെയ്യാറുള്ളത്. പക്ഷേ ഈ കോവിഡ് വന്നതിന് ശേഷം ഹ്യൂജ് നമ്പർ ഓഫ് ഇന്ത്യൻസ് അല്ലെങ്കിൽ മലയാളീസ്, അതിൽ ഭൂരിഭാഗവും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ തന്നെ പല ഹോസ്പിറ്റലിലാണെങ്കിലും നഴ്സിംഗ് കെയർ ഹോംസുകളിലാണെങ്കിലും നമുക്ക് കുറേ മലയാളീസിനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, കുറേ മലയാളീസിൻ്റെ ഒഴുക്ക് കാരണവും നമുക്ക് ഇപ്പം അവരങ്ങനെ നമുക്ക് ഒരു പ്രിഫറൻസ് തരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻസ് മാത്രമാണ്. പിന്നെയുള്ള ഈ ജോബ് പ്രൈസിന് ഒരു കാരണമെന്ന് പറഞ്ഞത് ഓസ്ട്രേലിയയിലേക്കുള്ള മൈഗ്രേഷനിൽ വന്ന ഗണ്യമായ കുറവാണ്. എന്ന് വെച്ചാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ടെന്നല്ല ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് ഓസ്ട്രേലിയയിലോട്ട് പോകാൻ നല്ല ചിലവുമാണ്. അതിന് കുറേ ഒരു ലോങ് പ്രോസസ്സിങ്ങുമാണ്. അപ്പം ആൾക്കാരെന്ത് ചെയ്തു, ഇവിടെ നിന്ന് ഫസ്റ്റ് UK അയർലൻഡിലോട്ടോ പോയിട്ട് അവിടെ നിന്ന് ഒരു 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ എക്സ്പീരിയൻസോട് കൂടി ഡയറക്റ്റ് ഓസ്ട്രേലിയയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുമായിരുന്നു. എന്നാൽ ഈ കോവിഡ് വന്നതിന് ശേഷം, ഈവൻ കോവിഡിന് മുന്നേ തന്നെ ആണെങ്കിലും നമ്മുടെ ന്യൂസിലാൻഡിൽ വന്ന കുറേ ആൾക്കാർ 1 ഇയറോ 2 ഇയറോ എക്സ്പീരിയൻസ് എടുത്തു കഴിഞ്ഞിട്ട് അവർ ഡയറക്റ്റ് ഓസ്ട്രേലിയയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു മൈഗ്രേഷൻ ഒരു 1 ഇയറിനുള്ളിൽ അവർ പ്രതീക്ഷിച്ചതിനെക്കാട്ടി കൂടുതൽ മൈഗ്രേഷൻ ഒത്തിരി കൂടി കഴിഞ്ഞപ്പോഴത്തേന് അവരെന്ത് ചെയ്തു, ഓസ്ട്രേലിയയിലുള്ള സെയിം ആയിട്ടുള്ള ഒരു സാലറി സ്കെയിൽ ന്യൂസിലാൻഡിൽ കൊണ്ടുവരികയും അതേ തുടർന്ന് ഇപ്പം അങ്ങനെ നമ്മുടെ ഓസ്ട്രേലിയയിലോട്ട് ന്യൂസിലാൻഡിൽ നിന്നും പോകുന്ന ഫാമിലീസ് അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യുന്നവരുടെ എണ്ണം ഭയങ്കര കുറവുണ്ട്. അപ്പം അതും നമ്മുടെ നഴ്സിംഗ് വേക്കൻസീനെ കുറയ്ക്കാനുള്ള ഒരു കാരണമാവുന്നുണ്ട്. പിന്നെ പറയാനുള്ള കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് OET പാസ്സായി പ്രോസസ്സിങ് തുടങ്ങി ഡീൽ കിട്ടി ക്യാപ്പ് കിട്ടി വൺസ് അവിടെ ചെന്ന് ഒരു ജോബിന് വേണ്ടി ഒരു CV ഇട്ട് കഴിയുമ്പം ഈ മലയാളികൾ തന്നെ എതിരാളിയായിട്ട് വരുമെന്ന് പറയത്തില്ലേ, അതുപോലൊക്കെ. അങ്ങനെയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു CV ഇട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ ആ ജോബിന് തന്നെ വേറെ കുറേ യൂറോപ്യൻ കൺട്രീസിൽ നിന്നുള്ള
CVs എംപ്ലോയേഴ്സിന് കിട്ടുന്നുണ്ട്. അതായത് UK നിന്നും നമ്മൾ നാട്ടിൽ നിന്ന് പോയ ആൾക്കാർ UK നിന്നും അയർലൻഡിൽ നിന്നും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സെയിം ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെയും നമുക്ക് കിട്ടേണ്ട, അതായത് ആസ് എ മലയാളി എന്നുള്ള രീതിയിൽ നമ്മുടെ എക്സ്പോഷർ എന്താ അവരെക്കാട്ടിലും, അവരെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ്. യൂറോപ്യൻ കൺട്രീസിൽ എക്സ്പീരിയൻസും എക്സ്പോഷറും ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ CV ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് ഒരു സ്റ്റേജ് മുന്നിലോട്ട് പോകാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പോൾ ആകെയുള്ള 90% ഓൾമോസ്റ്റ് നമ്മുടെ കോവിഡ് വന്നതിന് ശേഷം വേക്കൻസീസ് ഫുൾഫില്ലായി. ബാക്കിയുള്ള ഈ 10%-ൽ പിന്നെ നമുക്ക് കോമ്പറ്റീഷനായിട്ട് വരുന്നത് ഇതുപോണക്കുള്ള UK നിന്ന് മറ്റ് യൂറോപ്യൻ കൺട്രീസിൽ നിന്നുള്ള, അതായത് UK, അയർലൻഡ്, പിന്നെ സിംഗപ്പൂർ, അവിടെയുള്ള അങ്ങനെയുള്ള കൺട്രീസിൽ നിന്ന് വരുന്ന കാൻഡിഡേറ്റ്സ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ബാക്കി 10%-ൽ നിന്ന് ഒരു 8%, അതായത് 2% പോയി. ബാക്കിയുള്ള ഈ 8%-ൽ വരുന്ന കാര്യം എന്ന് പറയുന്നത് അവിടെ കുറച്ച്, അതായത് ന്യൂസിലാൻഡിൽ തന്നെ നഴ്സിംഗ് പഠിച്ചിറങ്ങുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ട്. അതിപ്പം നമ്മുടെ കൺട്രിയിലാണെങ്കിലും നമ്മുടെ സിറ്റിസൺസിന് കുറച്ച് സീറ്റ് അവർ സെക്യൂർ ചെയ്ത് വെക്കുമല്ലോ, അതുപോലെ തന്നെ അവിടെയും അവിടെ പഠിച്ചിറങ്ങുന്ന ന്യൂസിലാൻഡ് നഴ്സുമാർക്ക് കുറച്ച് സീറ്റ് പോകുന്നുണ്ട്. അപ്പം ഈ 8%-ൽ നിന്ന് വീണ്ടും നമുക്കൊരു 2% അല്ലെങ്കിൽ 3% പോയാൽ ബാക്കി 5%-ആണ്. ഈ 5%-ലാണ് നമ്മൾ ഈ പറയുന്ന ഒരു എത്രയാ മോർ ദാൻ 1000 എന്ന് പറയാം. 1000 അല്ല, അതിൽ കൂടുതൽ ആൾക്കാരുണ്ട്. ഈവൻ എൻ്റെ ബാച്ചിൽ തന്നെ എത്രയായിരുന്നു, 200 സംതിങ് ഉണ്ടായിരുന്നു അറ്റ് എ ടൈം. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തോരം നഴ്സുമാർ പല പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ചിറങ്ങി ഈ ഒരു 5%-ഓളം ജോബ് വേക്കൻസിക്ക് വേണ്ടി കോമ്പറ്റീറ്റ് ചെയ്യുന്നുണ്ടെന്ന്. സോ അപ്പം എനിക്ക് ഒറ്റൊരു കാര്യമേ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാനുള്ളൂ, ചെയ്യുന്നതുകൊണ്ടിരിക്കുന്ന ജോലി ഒരിക്കലും റിസൈൻ ചെയ്യാതെ നിങ്ങൾ ക്യാപ്പ് ആണെങ്കിൽ ക്യാപ്പ്, അല്ലെങ്കിൽ ഓസ്കി അവിടെ ചെന്നിട്ട് തിയറി ക്ലാസ് ഇവിടുന്ന് അറ്റൻഡ് ചെയ്യുക. വൺസ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ കോഴ്സ് കഴിഞ്ഞ് രജിസ്ട്രേഷൻ, ഇപ്പം APC കിട്ടാനും മോർ ദാൻ 1 മന്ത് എടുക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു മീൻസ് ഞാൻ അറിഞ്ഞത്. അപ്പം നിങ്ങൾ എനിവേ ഈ 1 മന്ത് എടുക്കുമ്പോൾ 1 മന്ത് ഉള്ള ഫുഡ് ആൻഡ് അക്കോമഡേഷൻ നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. അതിനുള്ളിൽ ഒരു ജോബ് സെക്യൂർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞ് നാട്ടിലേക്ക് വരിക, ചെയ്തിരിക്കുന്ന ജോലി കണ്ടിന്യൂ ചെയ്യുക. വൺസ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോബ് ഓഫർ വന്ന് വർക്കിംഗ് വിസയോട് കൂടി ന്യൂസിലൻഡിലോട്ടോ മറ്റു കൺട്രികളിലോട്ടോ പോകുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയും. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ അവിടെയുള്ള സിറ്റുവേഷൻസാണ്. അപ്പം നിങ്ങൾ ഒരിക്കലും ഇതിപ്പം നാളെ മാറാം, കമ്മിങ് ഡേയ്സിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം. ചിലപ്പോൾ വേക്കൻസീസൊക്കെ ഇനി അവൈലബിൾ ആയി തുടങ്ങുമായിരിക്കും. എനിവേ ഞാൻ ആരെയും നിരുത്സാഹപ്പെടുത്തുന്നില്ല, പക്ഷേ ദിസ് ഇസ് ദ ഫാക്റ്റ്, നമ്മളത് മനസ്സിലാക്കാം. പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും കണ്ണടച്ച് ഒരു ഏജൻസിനെ വിശ്വസിക്കാതിരിക്കുക. ഇപ്പോൾ കുറേ വേസ് നിങ്ങൾക്ക് അവൈലബിൾ ആണല്ലോ. ഒന്നുകിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല ന്യൂസിലേക്ക് വരാനിരിക്കുന്നതെന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട് FBയിൽ, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അവിടെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഏജൻസിനെ സമീപിക്കുക, മീൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഏജൻസിനെ സമീപിക്കുമ്പോൾ ഒരിക്കലും ഒറ്റയടിക്ക് എല്ലാ എമൗണ്ടും അവർക്ക് കൊടുക്കാതിരിക്കുക. പിന്നെ എന്താ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ ഓസ്ക് ചെയ്യാനോ അല്ലെങ്കിൽ ക്യാപ്പ് ചെയ്യാനോ ന്യൂസിലൻഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യുന്ന ജോബ് റിസൈൻ ചെയ്യാതിരിക്കുക. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഈ ക്ലാസ്സസ് അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരിക. നിങ്ങളുടെ കറൻറ്റ് ജോബ് കണ്ടിന്യൂ ചെയ്തിട്ട് വർക്ക് വിസയോട് കൂടി തന്നെ നിങ്ങൾ പോകാനിരിക്കുന്ന കൺട്രിയിലോട്ട് എത്താൻ കഴിയട്ടെ. ഇനി ന്യൂസിലൻഡിലുള്ള ജോബ് ട്രൈ ചെയ്യുന്ന എല്ലാവരെയും ഞാൻ പ്രാർത്ഥനയിൽ ഓർക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ കീപ് സപ്പോർട്ടിങ് മീ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. Have a nice day.